കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ അപ്രതീക്ഷിത മഴയിൽ ജില്ലയിൽ വെള്ളത്തിലായത് 10,000 ഏക്കർ നെൽകൃഷി. ഏനമാവ് റെഗുലേറ്ററിന്റെ 3 ഷട്ടറുകൾ തുറന്നു. ചേർപ്പ്, പാറളം, ചാഴൂർ മേഖലയിലെ കൃഷിനാശമുണ്ടായ പാടശേഖരങ്ങൾ CC മുകുന്ദൻ MLA സന്ദർശിച്ചു. പതിയേങ്കര ചൂട്ടുപാടത്ത് ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ട്രെയിലർ ഇടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ഒറ്റപ്പാലം സ്വദേശി അശ്വിനാണ് മരിച്ചത്. സംസ്ഥാനത്ത് വെളുത്തുള്ളി വില സർവകാല റെക്കോർഡിൽ. കിലോയ്ക്ക് 260 മുതൽ 300 രൂപ വരെയാണ് വില. അയൽ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് വില ഉയർന്നത്. കൊരട്ടിയിൽ തെരുവ് നായ്ക്കളുടെ വിളയാട്ടം. സ്വകാര്യ വ്യക്തിയുടെ ഫാമിലെ 200ഓളം കോഴികളെ തെരുവ് നായ കടിച്ചുകൊന്നു. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിലെ മോഷണം. പ്രതിയെ അറസ്റ്റ് ചെയ്തു. മൂത്തുകുന്നം സ്വദേശി വിഷ്ണുവാണ് അറസ്റ്റിലായത്. കുന്നംകുളം നഗരം ഇനി നഗരസഭയുടെയും പോലീസിന്റെയും ക്യാമറ കണ്ണിൽ. നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത് 16ഓളം ക്യാമറകൾ. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അപ്രതീക്ഷിത മഴയും ചിമ്മിനി ഡാമിൽ നിന്ന് വലിയ തോതിൽ വെള്ളം തുറന്നുവിട്ടത് മൂലം ജില്ലയിൽ മുങ്ങിയത് 10,000 ഏക്കർ നെൽകൃഷി. ആയിരക്കണക്കിന് വാഴയും തെങ്ങിൻ തൈകളുമടക്കം കരകൃഷിയും വ്യാപകമായി വെള്ളത്തിൽ മുങ്ങി. ചിമ്മിനി ഡാമിൽ നിന്ന് നിശ്ചിത അളവിനേക്കാൾ കൂടുതൽ വെള്ളം തുറന്നുവിട്ടതും റെഗുലേറ്റർ തുറക്കാനും അടയ്ക്കുവാനും കാലതാമസം വരുത്തിയതും ചാലുകളിലെ കുളവാഴ മുതലായ തടസ്സങ്ങൾ നീക്കം ചെയ്യാത്തതുമാണ് നഷ്ടത്തിന്റെ ആക്കം കൂട്ടിയതെന്ന് കർഷകർ ആരോപിച്ചു. അതേസമയം ചിമ്മിനിയിൽ നിന്ന് ജലസേചനത്തിനും വൈദ്യുതോൽപാദനത്തിനുമായി വെള്ളം തുറന്നുവിട്ടത് നിർത്തിവെച്ചതായി ഡാം അധികൃതർ അറിയിച്ചു. കരുവന്നൂർ പുഴയോട് ചേർന്ന ചേർപ്പ്, പാറളം, ചാഴൂർ പഞ്ചായത്ത് പരിധിയിലെ നെൽകൃഷിയാണ് കൂടുതൽ നശിച്ചത്. പുല്ലടിയിൽ 150 ഏക്കറിലധികം വിത കഴിഞ്ഞ നിലങ്ങളിൽ വെള്ളം കയറി. ചിറക്കൽ, ഇഞ്ചമുടി, കോൾപ്പാടത്തിൽ 250 ഏക്കറിലെ 30 ദിവസം പ്രായമായ നെൽകൃഷിയും വെള്ളത്തിൽ മുങ്ങി. കാരളം, ചെമ്മണ്ട, കായൽ, പുളിയമ്പാടം കടുംകൃഷി സംഘത്തിന്റെ 1500 ഏക്കർ വരുന്ന പാടശേഖരങ്ങളിൽ 11 സ്ഥലങ്ങളിൽ ബണ്ട് തകർന്ന് നെൽകൃഷി വെള്ളത്തിലായി. വ്യാഴാഴ്ച രാത്രി പെയ്ത മഴയിലാണ് കരുവന്നൂർ പുഴയിലടക്കം വലിയ തോതിൽ വെള്ളമുയർന്നത്. തൃശൂർ അരിമ്പൂർ കൊടയാട്ടി പാടശേഖരത്തിൽ ഇറിഗേഷൻ മെയിൻ കനാലിന്റെ ബണ്ട് 10 മീറ്ററോളം തള്ളിപ്പോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ KLDC ഇറിഗേഷൻ ചാലിലൂടെ അധികമായി എത്തിയ വെള്ളമാണ് വില്ലനായത്. ബണ്ടിന്റെ അടിഭാഗം തകർന്ന് പാടത്തെ ഇടച്ചാലിൽ പതിച്ചതോടെ 500 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലെ കർഷകർ നെഞ്ചിടിപ്പിലാണ്. ഞായറാഴ്ച രാവിലെയാണ് തൃശൂരിലെ അരിമ്പൂർ പഞ്ചായത്തിലുള്ള കൊടയാട്ടി പാടശേഖരത്തിൽ KLDCയുടെ പുറംചാലിന്റെ ബണ്ട് തള്ളിയത്. 10 മീറ്റർ ദൂരം ബണ്ട് തകർന്നു. ബണ്ടിന്റെ നടുഭാഗത്തു നിന്നും അടിയിൽ നിന്നുമായി മണ്ണ് കൊടയാട്ടി പാടശേഖരത്തിലെ ഇടച്ചാലിൽ പതിച്ചു. ഇതിലധികം ദൂരത്ത് ഉൾബണ്ട് തകർന്നതായി കർഷകർ പറയുന്നു. ഉൾച്ചാലിൽ മണ്ണ് പതിച്ചതോടെ പാടത്ത് ജലസേചനത്തിന് തടസ്സമായി. 200-ലധികം ഏക്കർ വരുന്ന കൊടയാട്ടി പടവ്, സമീപത്തുള്ള തോട്ടുപുര പടവ്, വിളക്കുമാടം, വാരിയംകോൾ എന്നിങ്ങനെ 500ഓളം ഏക്കർ കൃഷിയിടത്തിൽ ബണ്ട് തകർന്ന് വെള്ളമെത്തിയാൽ നെൽകൃഷിയെ ബാധിക്കും. മുളങ്കുറ്റികൾ സ്ഥാപിച്ച് കർഷകരോട് തന്നെ താൽക്കാലിക സംവിധാനം ഒരുക്കാനാണ് സ്ഥലത്തെത്തിയ KLDC ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഇവിടെ മോട്ടോർ ഷെഡിന്റെ മുകൾ വശം ബണ്ട് കനാലിൽ നിന്നുമുണ്ടായ വെള്ളപ്പാച്ചിലിൽ തകർന്നിരുന്നു. അത് കൃഷിക്കാർ ഇടപെട്ട് മണൽച്ചാക്ക് വെച്ച് പരിഹരിച്ചിരുന്നു. ഏനമാവ് റെഗുലേറ്ററിൽ വെള്ളം ഒഴുക്കിവിടാത്തതാണ് പ്രശ്നത്തിന് കാരണമായി കർഷകർ പറയുന്നത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, വാർഡംഗം സുനിത ബാബു, പടവ് കമ്മിറ്റി സെക്രട്ടറി KK മനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ കർഷകർ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരത്തിനുള്ള ശ്രമത്തിലാണ്. എറവാകുംപാടം കോടയാട്ടി കോൾപടവിന്റെ ബണ്ട് KLDCയുടെ ബണ്ട് ഒരു 10 മീറ്ററോളം തള്ളിയിട്ടുണ്ട്. അതായത് പുറംചാലില് ഫുള്ള് വെള്ളമാണ്. വളയംകെട്ട് തുറന്ന് പൊട്ടിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഉറപ്പില്ല. ഏനമാവ് വളയംകെട്ട് പൊട്ടിച്ചാലാണ് ഇവിടുത്തെ ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. ഇത് മൊത്തം ഒരു 500 ഏക്കറോളം കൃഷിക്ക് ബാധിക്കുന്നതാണ്. ഇതിന്റെ അടച്ചാല് ഒരു 6 അടിയോളം താഴ്ചയുള്ള ചാല് തൂർന്നിട്ടാണ് കിടക്കണേ. വെള്ളം മണ്ണ് വന്ന് ലൂസായിട്ട് കിടക്കണേ. എപ്പോ വേണമെങ്കിൽ ഇന്നലെ വെള്ളം കവിഞ്ഞിട്ട് ഞങ്ങളിവിടെ മോട്ടോർ ഷെഡിന്റെ അവിടെ ചാക്കിട്ട് മണ്ണിട്ട് നിറച്ചിട്ടുണ്ട്. ഇതിന്റെ കുറച്ച് അപ്പുറത്താണ് ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായിരിക്കണേ. എത്രയും പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാവണമെന്ന് കൃഷിക്കാരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പറയുന്നു. TCV തൃശൂർ. കോൾ മേഖലയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ഏനമാവ് റെഗുലേറ്ററിന്റെ 3 ഷട്ടറുകൾ തുറന്നു. ഒരു ഷട്ടർ പൂർണ്ണമായും 2 ഷട്ടറുകൾ ഒരടിയുമാണ് തുറന്നിട്ടുള്ളത്. റെഗുലേറ്ററിന് സമീപം ഫേസ് കനാലിൽ ജലനിരപ്പ് 136 അടിയായി ഉയർന്നു. ജലനിരപ്പ് പരമാവധി 1 മീറ്ററിൽ നിർത്തിയില്ലെങ്കിൽ കോൾ ബണ്ടുകൾ തകരുന്ന സ്ഥിതിയിലാകും. കോളിലെ ഉൾച്ചാലുകളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കൊയ്ത്തിന് പാകമായ പല പടവുകളിലും മഴ മൂലമുണ്ടായ വെള്ളം ഭീഷണിയായി
മാറിയിട്ടുണ്ട്. കളക്ടർ ഇടപെട്ട് ജലനിരപ്പ് നിയന്ത്രിക്കാൻ ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഏനമാവ് റെഗുലേറ്ററുകളുടെ ഷട്ടറുകൾ തുറന്ന് വെള്ളം ഒഴുക്കിവിട്ടത്. കായലിൽ നിന്ന് ഉപ്പുവെള്ളം കടക്കാതിരിക്കാൻ കഴിഞ്ഞ ദിവസം നിർമ്മാണം പൂർത്തിയാക്കിയ വളയം ബണ്ട് ഇതുമൂലം തകർച്ചയിലായി. മധ്യത്തിൽ തുറന്നിട്ടിരിക്കുന്ന പെട്ടിക്കടയുടെ ഭാഗത്ത് 3 മീറ്റർ നീളത്തിൽ ബണ്ട് തള്ളിപ്പോയി. കൂടുതൽ ഭാഗം തള്ളിപ്പോകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. മഴ മാറി ജലനിരപ്പ് താഴ്ന്നാൽ കോൾ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കടക്കാൻ സാധ്യതയുമുണ്ട്. ചേർപ്പ്, പാറളം, ചാഴൂർ മേഖലയിലെ കൃഷിനാശമുണ്ടായ പാടശേഖരങ്ങൾ CC മുകുന്ദൻ MLA സന്ദർശിച്ചു. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനാവശ്യമായ അളവിൽ മുനയം ബണ്ട് നീക്കം ചെയ്ത് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് മേജർ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയതായി MLA പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം MLA വികസന ഫണ്ടിൽ നിന്നും കരുവന്നൂർ പുഴ, ചുരക്കൽ തോട്, ഇഞ്ചമുടി, ആലപ്പാട് പുള്ളു മേഖലയിൽ റെഗുലേറ്ററുകൾ സ്ഥാപിക്കാൻ 76 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും ഷട്ടറുകളും റെഗുലേറ്ററുകളും സ്ഥാപിച്ച് നിർമ്മാണം പൂർത്തീകരിക്കാൻ ഇറിഗേഷൻ വകുപ്പ് തയ്യാറായില്ലെന്ന് MLA കുറ്റപ്പെടുത്തി. ചാടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ്, കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി PT സണ്ണി തുടങ്ങിയവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. പന്നിയങ്കര ചുവട്ടുപാടത്ത് ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ട്രെയിലർ ലോറിയിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ഒറ്റപ്പാലം സ്വദേശി 19 വയസ്സുള്ള അശ്വിനാണ് മരിച്ചത്. അപകടം നടന്നയുടൻ ദേശീയപാത എമർജൻസി ടീമിന്റെ ആംബുലൻസിൽ അശ്വിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലക്കാട് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് യാത്രക്കാരൻ അപകടത്തെ തുടർന്ന് ദേശീയപാത നിർമ്മാണ കമ്പനിക്ക് മുൻപിൽ നാട്ടുകാർ പ്രതിഷേധവുമായി തടിച്ചുകൂടി. ട്രെയിലർ ലോറി അശ്രദ്ധമായി ദേശീയപാതയിലേക്ക് പ്രവേശിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ എൻ്റെ ബാക്കിൽ കാണുന്ന വണ്ടി ട്രെയിലർ വണ്ടി, ഈ വണ്ടിയെക്കുറിച്ച് വർഷങ്ങളായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിക്ക് യാതൊരുവിധ ബുക്കും പേപ്പർ, അതായത് ഇൻഷുറൻസ് ഇല്ല, ടെസ്റ്റ് ഇല്ല, ഒരു സാധനവും ഇല്ല. ഈ വണ്ടിക്ക് യാതൊരുവിധ രേഖകളും ഇല്ലാണ്ടാണ് ഈ വണ്ടി ഈ ഹൈവേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നത്. പണ്ട് ഇതേപോലെ ഒരു അപകടം നടന്ന് ഈ വണ്ടി RTO പിടിച്ചുകൊണ്ട് പോയിട്ട് KMC കാശ് കൊടുത്ത് ഒഴിവാക്കി ഇറക്കിക്കൊണ്ട് വന്നതാണ്. അതേപോലെ ഇവിടുത്തെ പോലീസുകാർ ഇവർക്ക് വേണ്ടി, ഈ കമ്പനിക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഒരു ജീവൻ കൂടി പോയിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ജനകീയ കൂട്ടായ്മ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നാളെ മുതൽ ഇതിൻ്റെ ഭാഗമായി പ്രതിഷേധവുമായി ഞങ്ങൾ രംഗത്തുണ്ടാവും. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്വകാര്യ ബസ് കണ്ടക്ടർ മരിച്ചു. നായരങ്ങാടി സ്വദേശി തേറമ്പള്ളി വീട്ടിൽ 30 വയസ്സുള്ള ലിനുവാണ് മരിച്ചത്. ഡിസംബർ 14 തീയതി പുലർച്ചെ പത്താഴക്കുണ്ട് പറമ്പായി റോഡിൽ വെച്ച് ലിനു സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ പെട്ടിയോട്ടോ ഇടിച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ലിനു തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. സംസ്ഥാനത്ത് വെളുത്തുള്ളി വില സർവകാല റെക്കോർഡിൽ. കിലോയ്ക്ക് 260 മുതൽ 300 രൂപ വരെയാണ് വില. ഹോൾസെയിൽ വില 230 മുതൽ 260 വരെയാണ്. അയൽ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് വില ഉയർന്നത്. കൃഷി നശിച്ചതും വിളവെടുപ്പ് വൈകുന്നതും വില വർധനയ്ക്ക് കാരണമാകുന്നുവെന്ന് വ്യാപാരികൾ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ നിന്നാണ് കൂടുതലും വെളുത്തുള്ളി എത്തുന്നത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം മഹാരാഷ്ട്രയിൽ ഉൽപ്പാദനം കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഏകദേശം 1 മാസത്തോളമായി വെളുത്തുള്ളി വില ഉയരാൻ തുടങ്ങിയിട്ട് കിലോയ്ക്ക് 130 രൂപ ഉണ്ടായിരുന്നിടത്തു നിന്നാണ് ഇപ്പോൾ 260 രൂപയിൽ എത്തി നിൽക്കുന്നത്. കൊരട്ടിയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ 200ഓളം ഇറച്ചിക്കോഴികൾ ചത്തു. കോന്നൂർ സ്വദേശി പൗലോസിന്റെ ഫാമിലായിരുന്നു സംഭവം. കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ ഫാമിൽ എത്തിയപ്പോഴാണ് ഫാം ഉടമ സംഭവം അറിയുന്നത്. ഫാമിൽ 2000ഓളം കോഴികളുണ്ട്. ഫാമിന്റെ ഒരു ഭാഗം പ്ലാസ്റ്റിക് വല കൊണ്ടാണ് മൂടിയിരുന്നത്. ഈ ഭാഗത്തു കൂടിയാണ് നായകൾ അകത്ത് കടന്നത്. വെറ്ററിനറി ഡോക്ടർ സ്ഥലത്തെത്തി ചത്ത കോഴികളുടെ സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. കൊരട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കുമാരി ബാലൻ സ്ഥലം സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം സമീപ പ്രദേശമായ കൂവക്കാട്ടുകുന്നിലെ സ്വകാര്യ ഫാമിലെ 250ഓളം കോഴികളെ കുറുനരി കടിച്ചു കൊന്നിരുന്നു. കൊടുങ്ങല്ലൂർ ചേരുവാൻപള്ളിയിൽ മോഷണം നടത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂത്തകുന്നം സ്വദേശി പല്ലേക്കാട്ട് വീട്ടിൽ വിഷ്ണുവിനെയാണ് കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഡിസംബർ 29 തീയതിയാണ് ചേരുവാൻപള്ളിയിലെ മക്ബറയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നത്. പള്ളിയുടെ പുറകുവശത്തെ വാതിൽ കുത്തിത്തുറന്ന് അകത്തു കയറിയാണ് മോഷണം നടത്തിയത്. CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കുന്നുകുളം നഗരവാസികളുടെയും പരിസര പ്രദേശത്തെ ജനങ്ങളുടെയും ദീർഘകാലത്തെ ആവശ്യത്തിന് പരിഹാരമാകുന്നു. കുന്നുകുളം നഗരം ഇനി മുതൽ നഗരസഭയുടെയും പോലീസിന്റെയും സുരക്ഷാ വലയത്തിലായിരിക്കും. നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത് 16ഓളം ക്യാമറകൾ. TT ദേവസി ജംഗ്ഷൻ, മുനിസിപ്പൽ ജംഗ്ഷൻ, ഹെർബർട്ട് റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ANPR മോഡൽ ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് അടക്കം വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന ആധുനിക ക്യാമറകളാണ് ANPR ക്യാമറകൾ. പുതിയ ബസ് സ്റ്റാൻഡ് പ്രവേശന കവാടത്തിൽ
PTZ ക്യാമറയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 2 ഭാഗത്തേക്കും തിരിയുന്ന വിധത്തിലുള്ള ക്യാമറയാണിത്. പോലീസ് സ്റ്റേഷനിലും നഗരസഭാ ഓഫീസിലും ഇതിന്റെ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. പാലക്കാട് കേന്ദ്രമായുള്ള ഭഗവതി അസോസിയേറ്റ് കമ്പനിയാണ് സുരക്ഷാ ക്യാമറ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. നഗരസഭ 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സുരക്ഷാ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കുന്നംകുളത്തെ പ്രാദേശിക കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ CCTVയാണ് ക്യാമറകൾ പ്രവർത്തിക്കാനാവശ്യമായ നെറ്റ് കണക്ഷൻ നൽകുന്നത്. ക്യാമറകളുടെ നടത്തിപ്പും അറ്റകുറ്റപ്പണിയും 1 വർഷം ഭഗവതി അസോസിയേറ്റ്സ് കമ്പനിയായിരിക്കും ചെയ്യുക. മാലിന്യം വലിച്ചെറിയുന്നവരെയും സാമൂഹ്യദ്രോഹികളെയും കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവരെയും പിടികൂടുവാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനും പുതിയ സംവിധാനം വഴി കഴിയും. ഭാവിയിൽ നഗരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കും ക്യാമറ സംവിധാനം വിന്യസിപ്പിക്കുമെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. TCV ന്യൂസ്, കുന്നംകുളം. പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് നിർത്തിയിട്ടിരുന്ന മിനി പിക്കപ്പ് ലോറിക്ക് പുറകിലിടിച്ച് ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റു. പെരിഞ്ഞനം സെൻട്രൽ ഗവൺമെന്റ് UP സ്കൂളിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന ഗ്യാസ് ഏജൻസിയുടെ മിനി പിക്കപ്പ് ലോറിയുടെ പുറകിലാണ് ബസ് ഇടിച്ചത്. പെരിഞ്ഞനം തൃപ്രയാർ വഴി തൃശൂർ റൂട്ടിലോടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ബസിന്റെ മുൻഭാഗം തകർന്നു. സമാനതകളില്ലാത്ത വിധം വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതെന്ന് റവന്യൂ മന്ത്രി K. രാജൻ ആശ്വാസ് വാടക വീട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യം ഒരുക്കുകയാണ് ആശ്വാസ് വാടക വീട് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് K. രാജൻ പറഞ്ഞു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, മുൻ MLA ഗീതാ ഗോപി, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ വ്യാപാരോത്സവവും മെഗാ നറുക്കെടുപ്പും പുഴയ്ക്കലിൽ നടന്നു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ ഉദ്ഘാടനം ചെയ്തു. സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. മേയർ MK വർഗീസ്, TN പ്രതാപൻ MP, കോർപ്പറേഷൻ കൌൺസിലർമാരായ മേഫി ഡെൽസൺ, റജി ജോയ്, സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലിക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ആലോചനാ യോഗം തീരുമാനിച്ചു. ആഘോഷത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് VR സുനിൽകുമാർ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം താലപ്പൊലിയുടെ സുഗമമായ നടത്തിപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, എടവലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, തഹസിൽദാർ K. രേവ, DYSP സലീഷൻ ശങ്കരൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, രാഷ്ട്രീയ സാമുദായിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ യുവ സംസ്ഥാന സമ്മേളനം മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൌസ്തുഭം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KS കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CH വെങ്കിടാചലം മുഖ്യപ്രഭാഷണം നടത്തി. തിരുവമ്പാടി ക്ഷേത്രത്തിലെ വേല ആഘോഷിക്കുന്നു. കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വേല എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. രാത്രി 12:30 നായ്ക്കനാലിൽ പഞ്ചവാദ്യം സമാപിക്കും. തുടർന്ന് വെടിക്കെട്ട് നടക്കും. പുലർച്ചെ 1 മണിക്ക് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം അരങ്ങേറും. പുലർച്ചെ 2:30 തിരുവമ്പാടി ഭഗവതിയും ശങ്കരൻകുളങ്ങര ഭഗവതിയും വടക്കുനാഥനെ പ്രദക്ഷിണം ചെയ്ത് ക്ഷേത്രത്തിലേക്ക് തിരിച്ച് എഴുന്നള്ളും. സത്യൻ അന്തിക്കാട് രചിച്ച ഗാനങ്ങളുടെ സംഗീത പരിപാടി തൃശൂരിൽ നടന്നു. ഹൈക്കോടതി ജഡ്ജി മുരളി പുരുഷോത്തമൻ, ജോസ് ആലുക്ക, സംവിധായകൻ അമ്പിളി എന്നിവർ സന്നിഹിതരായിരുന്നു. സൈബുന്നീസ, പാർവതി ദാമോദരൻ, സിന്ധു ഹരി, ശ്രുതി M. നായർ, ഉത്തര, പാർവതി മോഹൻ, സുജിത നാരായണൻകുട്ടി, നസീർ, അനിൽകുമാർ, അയേഷ്, സലീൽ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. കുട്ടേക്കാട് സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ ഒരു കുടുംബത്തിലെ 4 പേർക്ക് പരിക്കേറ്റു. കുട്ടേക്കാട് സ്വദേശി കൊള്ളന്നൂർ വീട്ടിൽ മിൽട്ടൺ, ഭാര്യ ജെയ്നി, മക്കളായ ഹെന, ആന്റണി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സിലിടിച്ച കാർ സമീപത്തെ മതിലിൽ ഇടിച്ചാണ് നിന്നത്. കാറിനുള്ളിൽ കുടുങ്ങിക്കിടന്നവരെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. വടക്കാഞ്ചേരി നഗരസഭയിൽ ഉൾപ്പെട്ട മുണ്ടത്തിക്കോട് കുംഭാര കോളനിയിലെ 26 കുടുംബങ്ങൾക്കും കുമരനെല്ലൂർ തെലുങ്കർ കോളനിയിലെ 16 പേർക്കും റവന്യൂ മന്ത്രി K. രാജൻ പട്ടയം വിതരണം ചെയ്തു. തെലുങ്കർ കോളനിയിലെ 24 പേർക്ക് ആദ്യഘട്ടത്തിൽ പട്ടയം വിതരണം ചെയ്തിരുന്നു. പട്ടയമേളയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ OR ഷീല മോഹനൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ സ്വപ്ന ശശി, AM ജമീല B, കൌൺസിലർമാരായ K. അജിത് കുമാർ, AD അജി തുടങ്ങിയവർ പങ്കെടുത്തു.
വിദ്യാർത്ഥികളെ കാണാതായതായി പരാതി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ യദുകൃഷ്ണ, അദ്വൈത് എന്നിവരെയാണ് ഞായറാഴ്ച രാവിലെ 11 മണി മുതൽ കാണാതായത്. കുട്ടികളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ്. കുടുംബശ്രീ അംഗങ്ങളുടെ ശിങ്കാരിമേളം അരങ്ങേറ്റം തൃശൂരിൽ നടന്നു. 18 വനിതകളുടെ നേതൃത്വത്തിൽ തൃശൂർ തെക്കേ ഗോപുരനടയിൽ നടന്ന ശിങ്കാരിമേളത്തിന്റെ അരങ്ങേറ്റം തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ശിങ്കാരിമേളം കലാകാരൻ സുധി, സനു എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായുള്ള പരിശീലനത്തിനൊടുവിലായിരുന്നു അരങ്ങേറ്റം. നിരവധി പേർ ശിങ്കാരിമേളം കാണാനെത്തിയിരുന്നു. തെക്കുംകര പഞ്ചായത്തിന്റെയും തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടത്തുന്ന 3ാം ഘട്ട ക്യാൻസർ നിർണയ ക്യാമ്പ് സേവിയർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ടെക്നിക്കൽ അസിസ്റ്റന്റ് PK രാജു പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, AR കൃഷ്ണൻകുട്ടി, ഷൈനി ജേക്കബ്, ബീന കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലെ പിണ്ടിപ്പെരുന്നാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വൈകിട്ട് വർണ്ണമഴ നടന്നു. നവകേരള സദസ്സിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുത്ത് കഴിഞ്ഞ 18 ദിവസമായി ജയിൽവാസം അനുഭവിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് സ്വീകരണം നൽകി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ്, സംസ്ഥാന സെക്രട്ടറി റഫീഖ് പാറപ്പുറം, ജില്ലാ ജനറൽ സെക്രട്ടറി ജോഫിൻ ഫ്രാൻസിസ് എന്നിവർക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത്. KPCC സെക്രട്ടറി A പ്രസാദ്, KPCC മെമ്പർ ഷോൺ പല്ലിശ്ശേരി, സുനിൽ ലാലൂർ, വൈശാഖ് തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. വാണിജ്യം. വർഷത്തെ സേവന പാരമ്പര്യവുമായി കുന്നംകുളം പഴഞ്ഞി ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ 4ാമത്തെ ഷോറൂം തൃശൂർ ടൗണിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ചെമ്പോട്ടിൽ ലൈനിൽ MNC ടവറിൽ ആധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ച വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ 4ാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ മുഖ്യാതിഥിയായിരുന്നു. അസംബ്ലിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷും, സർവീസ് സെന്ററിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ J പല്ലനും, വിശ്വാസ് കെയറിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദും നിർവഹിച്ചു. ഡോക്ടർ ദമ്പതികളായ ഡോക്ടർ രാവുണ്ണിക്കുട്ടി, ഡോക്ടർ ഗീതാദേവി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സാക്സൺ ആദ്യ വിൽപ്പന നടത്തി. കുന്നംകുളം കെംടെക് അക്വ മാനേജിംഗ് ഡയറക്ടർ സജിത്ത് ചോലയിൽ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. കോവിഡ് കാലത്ത് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കുന്ന ജില്ലാ കളക്ടറുടെ പ്രൊജക്ടായ ടുഗദർ ഫോർ തൃശൂരിന്റെ ഭാഗമായി കുട്ടികൾക്ക് വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ് സൗജന്യമായി നൽകുന്ന 10 ലാപ്ടോപ്പുകളുടെ വിതരണം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ലബീബ് ഹസൻ നിർവഹിച്ചു.
ആരംഭിച്ചു. ചടങ്ങിൽ വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ് സാരഥികളായ ഷിനോയ് ചാക്കോ, സുമി ഷിനോയ്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലോകോത്തര നിലവാരത്തിലുള്ള മൾട്ടി ബ്രാൻഡ് ഷോപ്പിംഗ് അനുഭവവുമായി 2 നിലകളിലായി പ്രവർത്തിക്കുന്ന ഷോറൂമിൽ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് കമ്പ്യൂട്ടറുകളുടെയും സെയിൽസ് ആൻഡ് സർവീസ് ലഭ്യമാണ്. സ്കൂളുകളിൽ IT ലാബ് സ്ഥാപിച്ച് ജനഹൃദയങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റിയ വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന് ഇതിനോടകം തന്നെ 1 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് ഉണ്ട്. വീണ്ടും പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപ്രതീക്ഷിത മഴയിൽ ജില്ലയിൽ വെള്ളത്തിലായത് 10,000 ഏക്കർ നെൽകൃഷി. ഏനമാവ് റെഗുലേറ്ററിന്റെ 3 ഷട്ടറുകൾ തുറന്നു. ചേർപ്പ്, പാർളം, ചാഴൂർ മേഖലയിലെ കൃഷി നാശമുണ്ടായ പാടശേഖരങ്ങൾ CC മൂന്നൻ MLA സന്ദർശിച്ചു. പന്നിയങ്കര ചൂട്ടുപാടത്ത് ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ട്രെയിലർ ഇടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ഒറ്റപ്പാലം സ്വദേശി അശ്വിനാണ് മരിച്ചത്. സംസ്ഥാനത്ത് വെളുത്തുള്ളി വില സർവകാല റെക്കോർഡിൽ. കിലോയ്ക്ക് 260 മുതൽ 300 രൂപ വരെയാണ് വില. അയൽ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് വില ഉയർന്നത്. കൊരട്ടിയിൽ തെരുവ് നായ്ക്കളുടെ വിളയാട്ടം. സ്വകാര്യ വ്യക്തിയുടെ ഫാമിലെ 200ഓളം കോഴികളെ തെരുവ് നായ കടിച്ചുകൊന്നു. കൊടുങ്ങല്ലൂർ ചേരവാൻ പള്ളിയിലെ മോഷണം. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂത്തകുന്നം സ്വദേശി വിഷ്ണുവാണ് അറസ്റ്റിലായത്. കുന്നുകുളം നഗരം ഇനി നഗരസഭയുടെയും പോലീസിന്റെയും ക്യാമറ കണ്ണിൽ. നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത് 16ഓളം ക്യാമറകൾ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.